മനോഹരമായൊരു പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ചാവക്കാട് ഭാഗത്ത് ആണുള്ളത്. ചാവക്കാട് 4 മണിക്കാറ്റ് വാട്ടർ സ്പോർട്സ് ക്ലബിൻ്റെ ഒരു സഹകരണത്തോടു കൂടി ഈറ്റ് നടത്തുന്ന ഒരു റണ്ണിങ് പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. 10 കിലോമീറ്റേഴ്സാണ്. അതിന് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 1 കിലോമീറ്റർ പോലും ഞാൻ ഓടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ചെറിയൊരു വാമപ്പെടുത്തിട്ട് ഓട്ടമാണ്. അപ്പം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിക്കാം. അതെ, ഇത്രയധികം ആൾക്കാർ ഫ്രണ്ട് വരുമ്പോണ്ട്, അതുപോലെ ബാക്കിലുണ്ട്. ഏകദേശം ഒരു 70-75 പേരോളം ഈ ഒരു റണ്ണിൽ ഈ റണ്ണിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈറ്റ് ഗ്രൂപ്പ് ഇട്ടാ തൃശ്ശൂർ. 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. നമുക്ക് അധികം ഇപ്പോൾ തന്നെ ഓടുമ്പോൾ ട്രാഫിക് കാര്യങ്ങളൊന്നും അങ്ങനെ രാവിലെ കാരണം കുഴപ്പമില്ല. രാവിലെ ഒരു ഏകദേശം 6:30 സമയമാണ്. അപ്പം റോഡാണ്, ബീച്ച് സൈഡ് റോഡല്ല, പക്ഷേ എങ്കിൽ ട്രാഫിക് ആയി വരുന്നു. അപ്പം ഇവിടെ പോകുമ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് പോകണം. രാവിലെ കാരണം കുഴപ്പമുണ്ടാവില്ല വിചാരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, തൂളുണ്ട്. രാവിലെ വന്നപ്പോൾ അത്യാവശ്യം മോശമില്ലാണ്ട് ആ വാടാനപ്പള്ളി ഭാഗത്ത് കുറച്ച് മഴ കിട്ടിയതാണ്. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കട്ടെ റൂട്ട് എങ്ങനെയുണ്ടെന്ന്. ആദ്യമായിട്ട് അവിടെ റണ്ണിങ്ങിന് വരണത്. ഇപ്പം 2 ആഴ്ചയായിട്ട് നടക്കാൻ വേണ്ടി പോലും 1 കിലോമീറ്റർ കാലം നിലത്ത് വെച്ചിട്ടില്ല. അങ്ങനെ അവസ്ഥയിൽ വന്നിട്ടാണ് ഇവിടെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ ഓടണത്. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച രാവിലെ ഒരു നേരത്തെ എനിക്ക് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മഴ ചാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി ചില മടിയോ ഒറ്റയ്ക്കാണെങ്കിൽ. പക്ഷേ ഇന്നിപ്പോൾ മഴയുണ്ട്. ഇന്നിപ്പോൾ മഴ ചാറിനെയും കൂടി രാവിലെ 3:30 കഴിഞ്ഞിട്ട് ഞാനൊരു കൂട്ടുകാരൻ കൂടി ഇപ്പോൾ 4 മണിക്കാറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ റോഡിലെത്തിയിട്ടുണ്ട് വീണ്ടും പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഭയങ്കര ഇതുപോലൊരു കൂട്ടായ്മയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇപ്പോൾ ബീച്ച് സൈഡ് റോഡുണ്ട്, മഴ ചെറുതായിട്ട് ചാറുണ്ട്. പണ്ടത്തെ കടലേറ്റത്തിലൊക്കെ തകർന്നാണെന്ന് തോന്നുന്നു. അപ്പം കേരള ബീച്ച് സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചാവക്കാട് ഭാഗത്താണ് ഒരുപാട് കല്ല് ഇട്ടിട്ടുണ്ട്. പക്ഷേ കടലേറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കടലേറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സർവ്വസാധാരണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്ലുകളൊക്കെ കുറേ കൂട്ടിയിട്ടുണ്ട്. കടലേറ്റമായതുകൊണ്ടാണോ എന്നറിയില്ല. ഇതിപ്പോൾ ഇനി എത്ര കാലം ഇവിടെയൊക്കെ കെട്ടിടങ്ങളുണ്ടാവും, ഈ ബീച്ച് സൈഡ് റോഡ് ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മാതിരി കടൽ ഓരോ കൊല്ലവും നമ്മുടെ തീരമെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഓടണ ഈ റോട്ടിൽ നിന്ന് ആണെങ്കിൽ ഒരു 15-20-25 മീറ്റർ മാക്സിമം ഈ ഭാഗത്ത് അവിടെ പുലിമുട്ടായി, കടലായി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തീരപ്രദേശങ്ങൾ ഇങ്ങനെ കടൽ എടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇവിടെ അല്ല, കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ ഒരുപാട് ഭാഗത്ത് ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്നത്തെ ഒരു റണ്ണിൻ്റെ തീം എന്ന് പറഞ്ഞാൽ കടലല്ല, നമ്മുടെ വെറ്റ്ലാൻഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക എന്നുള്ളൊരു സന്ദേശം ആണ് ഇന്നത്തെ റണ്ണിന് ഈറ്റ് മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു തീമിലാണ് നമ്മളിപ്പം ഇന്നത്തെ ഈ റണ്ണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സേവ് ദ വെറ്റ്ലാൻഡ്സ്. നമ്മളിപ്പോൾ വന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് കോഴിക്കോട് റോയൽ റണ്ണേഴ്സിൻ്റെ മുഖ്യ താരം റിജേഷ് സിറേക്ക് നമ്മുടെ കൂടെ ഈറ്റിൻ്റെ റണ്ണിൽ കൂടുണ്ട്. ആക്ച്വലി കോഴിക്കോട് 2-3 വർഷം നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരുന്നത്, ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ അങ്ങനെ കുറച്ച് പേര് ഓടണം, ഫാരിസ്, അങ്ങനെ ഒരു കൂടി ഞങ്ങൾക്ക് സ്വന്തം ക്ലബ്ബ് വേണമെന്ന് പറഞ്ഞാൽ തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെ പോയി 2020 ആയപ്പോഴത്തേക്കും സ്ട്രെങ്ത് കൂടി, ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രെയിൽസൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. US അങ്ങനെയല്ല, US കാട്ടിലെ വഴികൾ എന്നും അവിടെ തന്നെ ഉണ്ടോ, ട്രെയിൽസ് അവിടെ തന്നെ ഉണ്ടോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ വാഗമൺ അൾട്രാ നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഓടിയ വഴി ചെറിയ കോൺക്രീറ്റ് ഉണ്ടോ, അതിൻ്റെ നാച്ചുറാലിറ്റി പോയിട്ട് എല്ലാം കടന്നേറ്റല്ലേ. ഒരു റോഡിൻ്റെ
നടുവിൽ കൂടി. കാരണം അപ്പുറത്തും തെങ്ങും പറമ്പാണ്, അപ്പുറത്താണ് കടൽ. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വീടുകളൊക്കെ കാണാം, ഒറ്റപ്പെട്ട വീടുകളാണ്. 4 കിലോമീറ്റർ ഏകദേശമായിട്ടുണ്ട്. കണ്ടോ, പ്രാക്ടീസ് ഇല്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു. ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല, പറയണമെന്നും തിരിയില്ല. പക്ഷെ എന്തായാലും ഇന്ന് വന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഇത് ഇനി വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്യണം. അപ്പുറം വരെ കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇതുവഴി നോട്ടം ഓഫ് റോഡാണ്. പോകണം നമ്മുടെ താരങ്ങൾ. ഒരു സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ കൂടെ കനാലാണ്. രാവിലത്തെ ഒരു കാഴ്ച നല്ല ഗംഭീര കാഴ്ചയാണ്. നമ്മുടെ 800 റണ്ണേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് പുലിമുട്ട്. ഇത് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം അപ്പുറത്തേക്ക് കടലിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. നമുക്ക് മത്സ്യബന്ധന ബോട്ടുകൾ അകലെയായിട്ടും കാണാൻ പറ്റും. രാവിലെയാണ്, രസമാണ്. ചേട്ടൻ്റെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. വേണ്ട, എല്ലാവരും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ്. ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ്. എന്നാൽ രാവിലെ ഇതുപോലെ റണ്ണൊക്കെ ഓടാനായിട്ട് എന്താ പറയുക, നല്ലൊരു എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അപ്പം സാധാരണ രാവിലെ സമയത്ത് ഇവിടെ ആളനക്കൊന്നുമില്ല. ഇവിടെ വള്ളങ്ങളൊന്നും അധികം ഇറങ്ങില്ലാന്ന് തോന്നുന്നു. ഈ ഭാഗം വെള്ളം ഇറങ്ങണമെല്ലാം തോന്നുന്നുണ്ട്. 4 പേരുണ്ട്. സ്പീഡായിക്കോട്ടെ. 5 കിലോമീറ്റർ കഴിഞ്ഞു. പാറകളാണ് കേട്ടോ. അതിൻ്റെ പാറക്കല്ലിൻ്റെ മേലക്കൂടെയാണ് നമ്മൾ ഓടുന്നത്. ഇവിടെ നമ്മുടെ ജീപ്പ് എടുക്കുന്നുണ്ട്. വീട്ടിൻ്റെ വോളണ്ടിയേഴ്സിൻ്റെ ജീപ്പാണ്. വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ട്. ചേട്ടാ നമസ്കാരം. വേണ്ട. സോ നമ്മൾ റിട്ടേൺ പോവാണ്. ഒന്ന വഴി കൂടെ തന്നെ നമ്മൾ റിട്ടേൺ അടിക്കുകയാണ്. ഇനി 5 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. ഈ ഇതുവരെ നമ്മൾ തിരിച്ചു പോയിട്ട് 4 മണിക്കാറ്റ് വാട്ടർ സ്പോർട്സ് ക്ലബിൻ്റെ മുമ്പിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇരിക്കട്ടെ. വോളണ്ടിയേഴ്സ് നമ്മുടെ കൂടെ കട്ടക്കുണ്ട്. സൈക്ലിസ്റ്റുകളാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനും അതങ്ങനെയാണല്ലോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോസ് നിർബന്ധമാണ്. നമ്മളിങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളതിനെ ആക്ടിവിറ്റി ചെയ്യുന്നതെന്നുള്ള നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഇപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോൾ ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. കണ്ടോ, ഫോട്ടോഗ്രാഫേഴ്സും ഫോട്ടോക്കാരെല്ലാം ഗംഭീര ഫോട്ടോഗ്രാഫിനോടെ നമ്മുടെ ഇങ്ങനൊരു ഇവൻ്റ് നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി വരികയാണെങ്കിൽ നമുക്ക് അതിനുള്ള സപ്പോർട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അകമ്പടി വരുന്ന ആംബുലൻസ് വാഹനം. ബസ് റൂട്ടാണ്. അയ്യോ, നേരെ കുറച്ച് വെളുത്തു എന്ന് തോന്നുന്നു. ബസ്സുകളൊക്കെ ആദ്യത്തെ സർവീസാണ്. ഈ ഭാഗത്തുനിന്ന് ചാവക്കാട് വണ്ടി പോകുന്നുണ്ട്. അപ്പം ഏകദേശം നേരം വെളുത്തു. ഇപ്പോൾ വേഗം ഫിനിഷ് ചെയ്യണം. മണൽ ചാക്കുകൾ കെട്ടി നിരത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്ഥിരമായിട്ട് കടലിൽ കയറുന്നൊരു സ്ഥലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വള്ളങ്ങൾ അതിരാവിലെ തന്നെ കടലിലുണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ടപ്പോൾ വള്ളങ്ങളില്ലേ എന്നൊരു സംശയം തോന്നി. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ അതിരാവിലെ തന്നെ കടലിൽ പോകുന്ന ആൾക്കാരായ കാരണം ഇപ്പം എല്ലാവരും ഇപ്പം കടലിലാണ്. ചെറുവള്ളങ്ങൾ അവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ട്രാഫിക് ഉണ്ട്. പിന്നെ റോഡെല്ലാം നനഞ്ഞിട്ട് കിടക്കണേ. കാരണം ഇടയ്ക്കിടയ്ക്ക് അടുത്ത കടലായ കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ അങ്ങനെ വന്ന് ചാറിപ്പോണ്ട്, പെയ്യുന്നില്ല. അപ്പം അതിൻ്റെ നനവ് കുറച്ച് പെയ്തതിൻ്റെ നനവൊക്കെ അങ്ങനെ റോഡിൽ കിടക്കുന്നുണ്ട്. തീരെ ഒരു ഉഷ്ണമില്ല, ചൂടില്ല. അധികം ഡെയിലി ഓട്ടം പേഴ്സണലി ഞാൻ ഇല്ലാത്ത കാരണം എനിക്ക് ചെറിയൊരു കിതപ്പുണ്ട്. അതുമാത്രം ഒരു നെഗറ്റീവ് ആണെങ്കിൽ ഈ വീഡിയോയിൽ പറയാൻ ഉണ്ടാവുള്ളൂ എന്നെ സംബന്ധിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ റണ്ണിൽ വ്ളോഗ് ചെയ്യുമ്പോൾ ശരിക്കും അമ്മേ അയ്യോ എന്നുള്ള ശബ്ദം മാത്രമേ ശരിക്കും വരാൻ പാടുള്ളൂ. കാരണം
ബോഡി കുറച്ചൊക്കെ ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ കുഴപ്പമില്ല, ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു പോസിറ്റീവാണ്. അപ്പോൾ എന്നോടിപ്പോൾ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചപ്പോഴുള്ള എന്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ തൃശ്ശൂരുണ്ട്. അപ്പോഴാണ് അവരറിയണത്. അപ്പോൾ എല്ലാ മാസവും വിവിധ ഭാഗങ്ങളിലായിട്ട് തൃശ്ശൂർ ഇത് കണ്ടിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ അത്ഭുതമായി. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഒരു കൂട്ടായ്മ തൃശ്ശൂരുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്തുകൊണ്ട് പുലർച്ചെ രാവിലെ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി ഓടണം എന്നുള്ളത് അവർ ചിന്തിക്കണ്ടേ? അങ്ങനെ ചിന്ത വന്നാലാണ് അടുത്തൊരു തലമുറയ്ക്ക് അവരവരുടെ ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാവുള്ളൂ. റണ്ണ് ഓർഗനൈസ് ചെയ്യാനായിട്ടൊരു ജീപ്പ് നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസ് അങ്ങോട്ട് പോയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തൊരു ഇവൻ്റാണ് ഇത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മളിത് ഒരു പാലം കയറിയിട്ട് വലത്തെ ഭാഗത്ത് അവിടെയാണ് ഇവിടെ 4 മണിക്കാറ്റ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സന്തോഷമുള്ളൊരു ഇവൻ്റാണ് എന്നെ സംബന്ധിച്ചില്ല എല്ലാ തരത്തിലും. അവിടെ നിന്ന് കൈയ്യടിയൊക്കെ വരുന്നുണ്ട്. ഫിനിഷിങ് പോണായിരുന്നു. നമുക്ക് പോകാം. ചേട്ടാ 9 കൊല്ലമായിട്ടുള്ള 4 മണിക്കാറ്റ് എന്നുള്ളൊരു വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണത്. അതെ. അപ്പോൾ ഇത് തുടങ്ങാനുണ്ടായിട്ടൊരു കാരണത്തൊക്കെ എന്തായിരുന്നു? ഇത് എനിക്ക് പിന്നെ വാട്ടർ സ്പോർട്സിന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഇത് വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊരു ടൂറിസം കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അത് ഒരു 9 കൊല്ലം മുമ്പ് ആദ്യത്തെ ഒരു വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് ഇവിടെ അല്ലേ? തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ കയാക്കിംഗ് ക്ലബ്ബാണത്. അത് ശരി, തൃശ്ശൂർ ജില്ലയിലെ. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ആദ്യം ഒരു ഇതുണ്ടല്ലോ, ആദ്യമായിട്ട് ഒരു ഇതാകുമ്പോൾ ഈ കയാക്കിംഗ് ഒക്കെ ഒന്ന് പരിചയമില്ലാത്ത ആൾക്കാർക്ക് ആദ്യം കുറച്ചൊരു ഇതായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. സാധാരണ ഒരു ടൂറിസ്റ്റുകൾക്ക് കയാക്കിംഗ് ആണ് കുറച്ചും കൂടെ എല്ലാവർക്കും വലിയ താല്പര്യം. മറ്റുള്ളത് പെഡൽ ബോട്ടും വഞ്ചി സവാരിയും ഒക്കെ ഉണ്ട് ഇവിടെ, കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്. പക്ഷെ ഫാമിലീസ് കൂടുതൽ അതാ ഉപയോഗിക്കുന്നത്. പക്ഷെ യങ്ങായിട്ടുള്ളവർ അധികം എൻജോയ് ചെയ്യണം കൂടുതൽ ചെയ്യണം. എന്തായാലും 4 മണിക്കാറ്റ് വാട്ടർ സ്പോർട്സ് ക്ലബിൻ്റെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ കയാക്കിംഗ് ആണ്. സിംഗിൾ ബോട്ടുകളുണ്ട്, ഡബിൾ ബോട്ടുകളുടെ പോകണം. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് എന്തായാലും നമ്മൾ ഇതും കൂടി അനുഭവിച്ചിട്ട് കൊണ്ട് പോകാം. നമുക്ക് നോക്കാം. നമ്മുടെ ബോട്ട് അവിടെ റെഡിയാണ്. കണ്ടാ നമ്മുടെ എല്ലാവരും റോഡിലായിരുന്നു, ഇപ്പോൾ എല്ലാവരും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. ദിവസം ആ വഴിക്ക് പോകുന്നുണ്ട്. കമോ നമുക്ക് പിടിച്ചാലോ, ഇനി മിനിറ്റ് പിടിച്ചാലോ? റോഹിഷൻ എനിക്ക് കിട്ടും കറക്റ്റായിട്ട്. റോഹിഷിൻ്റെ ഫേസ് കിട്ടില്ല, പക്ഷേ റോഹിഷിൻ്റെ തുഴച്ചിൽ എനിക്ക് കിട്ടും. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ്. അയ്യോ വണ്ടി, അയ്യോ ലെഫ്റ്റ്. നമ്മൾ നല്ലൊരു കയാക്കിംഗ് എക്സ്പീരിയൻസും ഇതിൻ്റെ കൂടെ ഇവിടെ 4 മണിക്കാറ്റ് ഇവിടെ വാട്ടർ സ്പോർട്സ് ക്ലബ്ബിൽ വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ടിൽ റോജീഷാണുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും കാണാൻ പറ്റില്ല, ഉള്ള ബാക്കാണ് കാണുന്നത്. കുറച്ച് കാണാം. എന്തായാലും കടലിൻ്റെ അല്ല സോറി പുഴയുടെ നടുക്കിലേക്കാണ് നമ്മളിപ്പം തുഴഞ്ഞുകൊണ്ട് പോണത്. റൈറ്റ്. കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ സിംഗിള് ആ അത് 4 മണിക്കൂർ 5 മണിക്കൂറാണ്ട് രാവിലെ പോകും പുലർച്ചെ. അത് ശരി. അത് ഇവിടുന്ന് കുറേ പോയിട്ട് ഉള്ളിലേക്ക് കുറേ കയറി പോയിട്ടാണ് കാട്ടിലേക്ക് എത്തണം.
ആ കാട് കണ്ടല്ലേ. കണ്ടക്കാണ്ട് ചെറിയ വഴികളിൽ കൂടിയും നല്ല രസമാണ്, ഭയങ്കര ഫീലാണ്. ഇതിവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അതെ, ഇവിടെ ഓൺലൈൻ ഉണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഈ വഴിക്ക് പോകുമ്പോൾ എന്തായാലും കയറി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇതേ ഇപ്പോൾ കയാക്കിൽ വെള്ളത്തിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും സമയമായി, നമുക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ ഗഫൂർക്ക് പതുക്കെ അവിടെ നിന്ന് തുളച്ചിൽ തുടങ്ങിയിട്ടുണ്ട്, വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. ആൾ പ്രൊഫഷണാണെന്ന് തോന്നുന്നുണ്ടിട്ട്. അപ്പോൾ ശരി, അപ്പോൾ നമ്മളിതേ ഞാനും രജിസ്ട്രേഷൻ കൂടി 4 മണിക്കായിട്ട് വാട്ടർ സ്പോർട്സ് ക്ലബിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോരുകയാണ്. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ആകർഷകമായിട്ടുള്ളൊരു ഇവിടുത്തെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകളുടെ ഉള്ളിൽ കൂടെയുള്ള ഏകദേശം 3 കിലോമീറ്ററോളം ടു ആൻഡ് ഫ്രോ ഉള്ള ഡിസ്റ്റൻസുള്ള ഒരു കയാക്കിംഗ് പരിപാടിയാണ്. ഏകദേശം 500 രൂപയാണ് ഇവിടെ അവരിവിടെ ചാർജ് ചെയ്യണത്. അപ്പോൾ അത് രാവിലെ 6 തൊട്ട് ഇവിടെ ഓപ്പണാണ്. രാവിലെ വെയിലില്ലാത്ത സമയത്ത്, തണുപ്പുള്ള സമയത്ത് വന്നിട്ട് നമുക്ക് ചൂടാകുമ്പോഴേക്കും, അതായത് വെയിൽ പൊള്ളുമ്പോഴേക്കും നമുക്ക് വന്ന് കയാക്ക് ചെയ്ത് പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. രാവിലെ 6:30 തുടങ്ങാൻ കാരണം. അപ്പം എല്ലാവരും ഇവിടെ വരിക, താല്പര്യമുള്ളവർ വരിക. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി ഇവിടെ വന്നിട്ട്. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ബൈ.